നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിനം എത്തിക്കഴിഞ്ഞു. നാളെയാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കും? ജനവിധി ആർക്കൊപ്പം? വോട്ടെണ്ണലിൻ്റെ ഓരോ ഘട്ടവും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തവണത്തെ വോട്ടെണ്ണലിനായി സജ്ജമാക്കിയിരിക്കുന്നത് ആകെ 30,471 പോളിംഗ് യന്ത്രങ്ങളാണ്. സംസ്ഥാനത്തുടനീളം 140 കൗണ്ടിംഗ് സെന്ററുകളിലായിട്ടാണ് ഈ വോട്ടുകൾ എണ്ണുന്നത്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തിച്ചു തുടങ്ങും. കൃത്യം 8:15 ആദ്യ വോട്ടായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നതോടെ ആവേശകരമായ വോട്ടെണ്ണലിന് തുടക്കമാകും. 8:30 ഓരോ റൗണ്ട് വോട്ടെണ്ണലിൻ്റെയും ഫലം വരണാധികാരിയുടെ മേശപ്പുറത്തെത്തും. വെറും 5 മിനിറ്റിനുള്ളിൽ, അതായത് 8:35 ഈ ഫലങ്ങൾ മീഡിയ സെന്ററുകളിലേക്ക് ഔദ്യോഗികമായി കൈമാറും. 9 മണിയോടെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ EVM വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഇതിനു പിന്നാലെ 9:15 തന്നെ ആദ്യ റൗണ്ട് ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും. 10 മണിയാകുമ്പോഴേക്കും ഏകദേശ ചിത്രം നമുക്ക് മുന്നിൽ തെളിയും. ഇനി VVPAT എണ്ണുന്നത് എപ്പോഴാണെന്ന് നോക്കാം. വോട്ടിംഗ് യന്ത്രങ്ങളിൽ എന്തെങ്കിലും തകരാർ സംഭവിക്കുകയോ പ്രവർത്തനം നിലയ്ക്കുകയോ ചെയ്താൽ VVPAT എണ്ണും. ഇനി പരാതികളൊന്നുമില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലെയും 5% VVPATകൾ നിർബന്ധമായും എണ്ണും. യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ പൂർണ്ണമായും കഴിഞ്ഞ ശേഷമായിരിക്കും VVPATകൾ എണ്ണുക. ആരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി? വിജയസാധ്യത ആർക്കാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി MJ ട്രെൻഡിംഗ് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യുക.